ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി തയ്യാറാക്കാം. ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കാശ് കളയാതെ ഇതുപോലെ ഒരു ബോട്ടിൽ മാത്രം മതി വീട്ടിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഈ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് വേണ്ടത് പുഴുങ്ങിയെടുത്ത 3 കിഴങ്ങാണ്. കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ കിഴങ്ങ് ഉടച്ചെടുക്കണം. ഇപ്പോൾ കിഴങ്ങ് ഇവിടെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കിഴങ്ങിൽ കട്ടകളൊന്നുമില്ലാന്ന് നന്നായിട്ട് ഉറപ്പ് വരുത്തി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് കോൺഫ്ലോർ. ഇതിലേക്ക് ഇനി 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പൊടിയായി അരിഞ്ഞെടുത്ത മല്ലിയില ഇട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ കിഴങ്ങും കോൺഫ്ലോറും ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ഒന്ന് എടുക്കുന്ന പരുവത്തിൽ എല്ലാം കൂടി കുഴച്ച് ഉരുട്ടി ബോളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനായിട്ട് വേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പം ഇതുപോലെ അധികം കട്ടിയില്ലാത്ത കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ നോക്കി എടുക്കണം. ഇനി ഇതിൻ്റെ അടപ്പെടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലസ് ഷേപ്പിലാണ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലസ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് കറക്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കിഴങ്ങിൻ്റെ മിക്സ് എടുക്കാം. അത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നീളത്തിലുള്ള ഷേപ്പാക്കി എടുത്ത ശേഷം കുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് നീളത്തിലുള്ള ഷേപ്പിൽ കുപ്പിയിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്ത് കുപ്പി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുപ്പി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കിഴങ്ങ് കൊണ്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ലേസൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മളിനി ഇത് കണ്ടില്ലേ, ഒട്ടിയൊന്നും പിടിക്കത്തില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമാവും.
പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കുന്ന റെസിപ്പീസൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പം ലേസും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നല്ല കറുമുറാന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.